ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണക്കടത്ത് വാർത്ത വീണ്ടും സജീവമാവുകയാണ്. പുതിയ വാർത്തയിൽ ശശി തരൂർ MP ആണ് പ്രതിരോധത്തിൽ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്, ആദ്യം വിശദമായി പരിശോധിക്കുന്നത് ഇതേ വിഷയം തന്നെയാണ്. ശശി തരൂർ ഇക്കാര്യത്തിൽ വിശദീകരണമൊക്കെ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ പാർട്ടി അത്രയ്ക്കങ്ങോട്ട് പ്രതിരോധ കവചം തീർക്കുന്നുണ്ടോ? നമ്മൾ പരിശോധിക്കുന്നു. ശശി തരൂരിന് സ്വർണ്ണപ്പൂട്ടോ? സ്വർണം കടത്തിയതിന് ശശി തരൂർ MP-യുടെ പേഴ്സണൽ സ്റ്റാഫിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. 500 ഗ്രാം സ്വർണവുമായാണ് PA ശിവകുമാർ പ്രസാദിനെയും കൂട്ടാളിയെയും ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് പിടികൂടിയത്. അതേസമയം ശിവകുമാർ മുൻ സ്റ്റാഫാണെന്നും അന്വേഷണത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നുമാണ് ശശി തരൂരിന്റെ പ്രതികരണം. ദുബായിൽ നിന്ന് എത്തിയ യാത്രക്കാരനെ സ്വീകരിക്കാനാണ് ശിവകുമാർ പ്രസാദ് ദില്ലി വിമാനത്താവളത്തിൽ എത്തിയത്. MP-യുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന നിലയിൽ എയർഡ്രോം എൻട്രി പെർമിറ്റ് ഉപയോഗിച്ച് പ്രസാദ് വിമാനത്താവളത്തിനകത്ത് പ്രവേശിച്ചു. ദുബായിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്ന് സ്വർണം കൈമാറുന്നത് കസ്റ്റംസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ശിവകുമാർ പ്രസാദിനെയും സ്വർണം കൈമാറിയ ആളെയും പിടികൂടി. സ്വർണത്തിന് മതിയായ രേഖകളില്ലെന്ന് കസ്റ്റംസ് സ്ഥിരീകരിച്ചു. 500 ഗ്രാം സ്വർണവും പാസുമടക്കം അന്വേഷണ ഏജൻസി പിടികൂടി. കസ്റ്റംസ് പിടിച്ചെടുത്ത ശിവകുമാർ പ്രസാദിന്റെ എയർഡ്രോം എൻട്രി പാസ് ചിത്രം രാജീവ് ചന്ദ്രശേഖർ പുറത്തുവിട്ടു. പിന്നാലെ വിഷയത്തിൽ വിശദീകരണവുമായി തരൂർ തന്നെ രംഗത്തെത്തി. തരൂരിന്റെ എക്സിലെ വിശദീകരണക്കുറിപ്പ് ഇങ്ങനെ: പ്രചാരണ ആവശ്യങ്ങൾക്കായി ധർമ്മശാലയിലാണ്. എയർപോർട്ട് ഫെസിലിറ്റേഷൻ സഹായത്തിന്റെ കാര്യത്തിൽ പാർട്ട് ടൈം സേവനം നൽകുന്ന മുൻ സ്റ്റാഫ് അംഗവുമായി ബന്ധപ്പെട്ട വാർത്ത കേട്ടപ്പോൾ ഞെട്ടി. 72 വയസ്സുള്ള വിരമിച്ചയാളാണ് ശിവകുമാർ. പതിവായി ഡയാലിസിസിന് വിധേയനാകുന്ന ശിവകുമാറിനെ അനുകമ്പയുടെ അടിസ്ഥാനത്തിലാണ് പാർട്ട് ടൈമായി നിലനിർത്തിയത്. ആരോപിക്കപ്പെടുന്ന ഒരു തെറ്റും അംഗീകരിക്കുന്നില്ല. വിഷയം അന്വേഷിക്കാൻ ആവശ്യമായ എന്തെങ്കിലും നടപടിയെടുക്കാനുള്ള അധികാരികളുടെ ശ്രമങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. നിയമം അതിന്റെ വഴിക്ക് പോകണം. അറസ്റ്റിന് തൊട്ടു പിന്നാലെ രാഷ്ട്രീയ ആരോപണങ്ങളും എത്തിക്കഴിഞ്ഞു. കോൺഗ്രസ് CPIM സ്വർണ്ണക്കടത്ത് സഖ്യമെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ശരത് കെ ശശി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് ഈവനിങ് ശരത് കെ ശശി. സ്വർണ്ണക്കടത്ത് അത് ഇടതുമുന്നണിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ വിഷയമാണ്. ഇതിപ്പോൾ ശശി തരൂർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ ഇപ്പോഴുമുണ്ട്. ഔദ്യോഗികമായി അല്ലെങ്കിലും അദ്ദേഹം റീറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അധികാരപരിധി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എൻട്രി പാസ്സാണ് ഈ പറയുന്ന വ്യക്തിയുടെ കയ്യിൽ ഇരിക്കുന്നതും. ശശി തരൂരിന് ഇതൊരു പൂട്ടായി മാറുകയല്ലേ? ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ ആ ദിവസങ്ങളിൽ തന്നെ ഇത് സജീവമാക്കി നിർത്തുകയാണോ BJP? സുജയ, BJP ഈ വിഷയം സജീവമായി തന്നെ നിലനിർത്തുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിൻ്റെ തിരുവനന്തപുരത്തെ എതിരാളിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തന്നെ ഈ വിഷയം ഏറ്റവും ആദ്യം എടുത്ത് ഉന്നയിക്കുകയും അതിലുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെയും അതുപോലെ തന്നെ CPM-നെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രതിരോധത്തിലാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ എയർഡ്രോം എൻട്രി പെർമിറ്റ് പാസ് ശിവകുമാർ പ്രസാദിന് ലഭിച്ചിരിക്കുന്നത് ശശി തരൂരിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് എന്നുള്ള നിലയിലാണ്. ശശി തരൂർ ഇപ്പോൾ പറയുന്നത് മുൻ സ്റ്റാഫാണ്. തൻ്റെ സ്റ്റാഫുകളുടെ ഔദ്യോഗികമായ പട്ടികയിൽ ഇദ്ദേഹം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെയും ഈ കൃത്യം നടന്ന ഇന്നലെ ഈ ശിവകുമാർ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി അവിടെ എയർപോർട്ടിനകത്ത് കയറിയത് ശശി തരൂരിൻ്റെ ശശി തരൂർ MP-യുടെ സ്റ്റാഫ് എന്നുള്ള അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഇപ്പോൾ കസ്റ്റംസ് ഇയാളെ പിടികൂടുന്നതിനൊപ്പം തന്നെ ആ പാസ് അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഈ ഘട്ടത്തിൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യവും. അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലുള്ള വസതി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ശിവകുമാർ പ്രസാദ് കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിച്ചത്. നമുക്കറിയാം, ശശി തരൂർ ഏറെ യാത്രകൾ ചെയ്യുന്നയാളാണ്. അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ പ്രസംഗ പരിപാടികളിലും ഒക്കെ പോകുന്നയാളാണ്. അപ്പോൾ തൻ്റെ എയർപോർട്ടിലെ വിമാനത്താവളങ്ങളിലെ കാര്യങ്ങൾക്കെല്ലാം സഹായിക്കുന്നതിന് വേണ്ടിയാണ് ശിവകുമാർ പ്രസാദിനെ താൽക്കാലികമായി ഈ ചുമതലയിൽ നിലനിർത്തിയിരിക്കുന്നത് എന്നതാണ് തരൂർ വിശദീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ മുൻ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ തന്നെയും
ഈ ശശി തരൂരിൻ്റെ സ്റ്റാഫ് അംഗം എന്നുള്ള എല്ലാ പ്രിവിലേജും എയർപോർട്ടിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പരോക്ഷമായി ഈ ട്വീറ്റിലൂടെ ശശി തരൂർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇതുവരെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് അടക്കം നടന്ന് ഒരു ദിവസമാകാൻ വേണ്ടി പോവുകയാണ്. ഇതുവരെ ഈ ശിവകുമാർ പ്രസാദ് മറ്റ് ഏതെങ്കിലും തവണകളിലായി മറ്റ് ഏതെങ്കിലും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് സംബന്ധിച്ച് കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും വന്നിട്ടില്ല. ഇന്നലെ ഏതായാലും ഈ ദുബായിൽ നിന്ന് വരുന്ന യാത്രക്കാരനെ സ്വീകരിക്കാൻ ഈ എയറോഡ്രോം എൻട്രി പാസ് കാണിച്ച് ഈ ശിവകുമാർ പ്രസാദ് എയർപോർട്ടിനകത്തേക്കെത്തി. അവിടെ വെച്ച് ലഭിച്ച ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ രണ്ടുപേരും ഈ സ്വർണം കൈമാറുന്ന സമയത്ത് അത് ശ്രദ്ധയിൽപ്പെട്ട കസ്റ്റംസ് ഇവരെ പിടികൂടിയത്. അപ്പോൾ തന്നെ ഈ സ്വർണ്ണമടക്കം അറ്റാച്ച് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അവരോട് ആദ്യം ഇതിൻ്റെ രേഖകളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രേഖകളില്ല എന്നുള്ളത് വ്യക്തമായി. പിന്നീട് ഇത് തൂക്കി നോക്കിയപ്പോൾ ഏകദേശം 1/2 കിലോയാണ് തൂക്കം കണ്ടത്. ഏകദേശം 35,22,000 രൂപ വില വരും ഈ പിടിച്ചെടുത്ത സ്വർണത്തിന് എന്നതാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP രാജീവ് ചന്ദ്രശേഖർ സജീവമായി ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പാസിൻ്റെ ചിത്രമടക്കം പുറത്തുവിട്ടത് രാജീവ് ചന്ദ്രശേഖറാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ശശി തരൂരിൻ്റെ സഹായിയെ പിടികൂടിയ സംഭവം അത് കേരളത്തിൽ CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും സ്വർണ്ണക്കടത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ണികളായി നിൽക്കുന്നു. ഇവർ രണ്ടും സ്വർണ്ണക്കടത്ത് സഖ്യമാണ് എന്ന രീതിയിലാണ് BJP ഇപ്പോൾ ഈ വിവാദത്തെ സജീവമായി നിലനിർത്തുന്നത്. ഓക്കെ, ഇതിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക, ഒപ്പം ഈ അന്വേഷണം അത് നേരത്തെയും ഈ രീതിയിൽ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടോ തുടങ്ങി പല വിവരങ്ങളും വ്യക്തമാകേണ്ടതുണ്ട്. ഈ വ്യക്തി 72-കാരൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് നേരത്തെയും ഇങ്ങനെയുള്ള ഇടപാടുകളിൽ ബന്ധമുണ്ടായിരുന്നു എന്നതിലൊക്കെ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. താങ്ക് യു ശരത് കെ ശശി.